والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ബാക്കിയുള്ള ആയുസ്സിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം പരിപൂർണ ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രളയത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച കച്ചവടക്കാർക്കും മറ്റും അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. യുദ്ധകുതിയന്മാർക്ക് അള്ളാഹു താല പരാജയം സമ്മാനിക്കുമാറാകട്ടെ. AD 12-13 നൂറ്റാണ്ടുകളിൽ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ട് ആ കടലിലൂടെ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ, ഈ കപ്പലുകൾ പലപ്പോഴും അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാര് കപ്പൽ ചരക്കുകൾ കൊള്ളയടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കപ്പലുടമകൾക്കും ചരക്കുടമകൾക്കും ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കപ്പെടാൻ വേണ്ടി, അവരുടെ റിസ്ക് ലഘൂകരിക്കപ്പെടാൻ വേണ്ടി അക്കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നൊരു സംവിധാനമുണ്ട്. ഒരു കപ്പൽ, ചരക്ക് കപ്പൽ യാത്ര പുറപ്പെടും മുമ്പായിട്ട് ആ കപ്പലും കപ്പലിലുള്ള ചരക്കുകൾ മുഴുവനും ഒരാൾ വാങ്ങും. അതിന് വില പറഞ്ഞു വാങ്ങുകയും വില തൽക്കാലം കൊടുക്കാതിരിക്കുകയും വാങ്ങാൻ തയ്യാറായതിന്റെ പ്രതിഫലമെന്ന നിലയ്ക്ക് ഒരു അധിക സംഖ്യ ഈ വാങ്ങിയ ആൾക്ക് കൊടുക്കുകയും ചെയ്യും. കപ്പൽ സുരക്ഷിതമായി മറുകര എത്തിക്കഴിഞ്ഞാൽ ആ കച്ചവടം ക്യാൻസൽ ചെയ്യും. അപ്പോൾ അധികമായി കിട്ടിയ സംഖ്യ അത് ലാഭമായി അത് വാങ്ങിയ ആൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി കപ്പൽ അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ആ കപ്പലിനുണ്ടായ നഷ്ടം ഇദ്ദേഹം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് 12-13 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും അതുപോലെ പുരാതന ചൈനയിലും ബാബിലോണിയയിലും ഒക്കെ നിലനിന്നിരുന്ന ഒരു പരസ്പര സഹായ പദ്ധതിയാണ്. അതാണ് ഇന്ന് കാണുന്ന ഇൻഷുറൻസ് സംവിധാനത്തിന്റെ തുടക്കം അവിടെയാണ്. പിന്നീട് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഇൻഷുറൻസ് കുറച്ചുകൂടി വ്യാപകമായ അർത്ഥത്തിലേക്ക് വരികയും ലൈഫ് ഇൻഷുറൻസ് എന്നും പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ അത് തരംതിരിക്കപ്പെടുകയൊക്കെ ചെയ്തു. 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ഗവൺമെന്റുകൾ ഇൻഷുറൻസിന്റെ മേൽനോട്ടം വഹിക്കുകയും ഇൻഷുറൻസ് കമ്പനികൾക്ക് ചില ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെ രൂപീകരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത് വലിയ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. പരിശുദ്ധ ഖുർആനോ ഹദീസൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് സംവിധാനത്തെക്കുറിച്ച് അവിടെയൊന്നും പരാമർശിക്കപ്പെടുന്നില്ല. കാരണം അന്ന് അതുണ്ടായിരുന്നില്ല.
ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു ചർച്ച നമുക്ക് കാണാനും കഴിയും. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയ ചില സഹകരണ അടിസ്ഥാനത്തിലുള്ള ഇൻഷുറൻസുകൾ, തഅ്മീനു തക്കാഫുൽ അല്ലെങ്കിൽ തഅ്മീനു തആവുനി എന്നൊക്കെ പറയുന്ന, ഒരാൾക്ക് സമൂഹത്തിൽ ഒരു പ്രയാസം അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് അയാളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു, അയാളുടെ കടയിലേക്ക് വെള്ളം കയറി അയാളുടെ ചരക്കുകൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നഷ്ടം ലഘൂകരിക്കാൻ വേണ്ടിയും ആ പ്രയാസത്തിൽ പങ്കുചേരാൻ വേണ്ടിയും ഇസ്ലാം സംവിധാനിച്ച ചില സംവിധാനങ്ങളുണ്ട്. അതിൽ ഇന്ന് കാണുന്ന ഒരു സമ്പാദ്യ പദ്ധതി എന്ന നിലയ്ക്കുള്ള ഒരു ചൂഷണങ്ങളും അതിനകത്ത് നമുക്കിട്ട് കാണാനും കഴിയുകയില്ല. മനുഷ്യന്റെ ജീവിതം എപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. പെട്ടെന്നൊരാൾ മരണപ്പെട്ടു പോകുമ്പോൾ, ഒരു കുടുംബനാഥൻ മരണപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബം തീർച്ചയായിട്ടും അനാഥത്വത്തിലാകുകയാണ്. അവിടെ ഈ കുടുംബത്തെ പോറ്റാനുള്ള ഒരു ഫണ്ട് കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഉപകാരമുള്ളൊരു കാര്യമാണ്. പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിന്റെ പേരിൽ ഒരാളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം സംഭവിക്കുകയാണ്. ഈ അനിശ്ചിതത്വത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ചില മുൻകരുതലുകൾ എടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരു മുൻകരുതലും എടുക്കാതെ എല്ലാം പടച്ചതമ്പുരാന് വിട്ടുകൊടുത്തിരിക്കേണ്ടവനല്ല വിശ്വാസി. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടത്തുന്നത് കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിക്ക് മുന്നിലും തന്നാൽ കഴിയുന്ന എല്ലാ മുൻകരുതലുകളും എടുത്തതിന് ശേഷമാണ് പടച്ചവനെ ഏൽപ്പിക്കുക. എല്ലാം അല്ലാഹു നോക്കിക്കൊള്ളുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരാൾ വന്ന് പ്രവാചകനോട് ചോദിക്കുന്നത്, നബിയെ, ഞാൻ എന്റെ ഒട്ടകത്തെ കെട്ടിയിട്ടാണോ പടച്ചവനെ തവക്കുലാക്കേണ്ടത്, അതോ ഒട്ടകത്തെ അഴിച്ചുവിട്ടിട്ടാണോ തവക്കുലാക്കേണ്ടത്? അതിന് വിശ്വാസം പറഞ്ഞ മറുപടി യഅക്കൽ സുമ്മ തവക്കൽ എന്നാണ്. ആദ്യം നീ ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് പടച്ചവനെ തവക്കുലാക്കുക. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ മുൻകരുതലുകളും ജാഗ്രതകളും നമ്മൾ എടുത്ത ശേഷമാണ് പടച്ചവനെ ഏൽപ്പിക്കുക. എല്ലാം പടച്ചവൻ നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നത് ശരിയല്ല. ഇത് പ്രവാചകന്റെ ജീവിതത്തിലും പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഇതിനൊന്നും എതിരല്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പറയുന്നിടത്ത് ഈജിപ്തിലെ രാജാവ് സ്വപ്നം കാണുന്നുണ്ട്. 7 പച്ച കതിർക്കുലകൾ, 7 ഉണങ്ങിയ കതിർക്കുലകൾ, 7 മെലിഞ്ഞ പശുക്കൾ, അതുപോലെ തടിച്ചു കൊഴുത്ത പശുക്കൾ. യൂസുഫ് നബി അലൈഹി സ്വലാം അതിന് പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനം, ഈജിപ്തിൽ ഒരു 7 ക്ഷേമത്തിന്റെ വർഷങ്ങൾ വരും, അത് കഴിഞ്ഞാൽ 7 ക്ഷാമത്തിന്റെ വർഷങ്ങൾ വരും. അതുകൊണ്ട് ഈ ക്ഷാമവർഷത്തേക്ക് വേണ്ടി ക്ഷേമവർഷത്തിൽ നിങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്നാണ്. അതുകൊണ്ട് നന്നായി കൃഷി ചെയ്യണം. ഇന്നും ഈജിപ്തിൽ ചെന്നാൽ കാണാൻ കഴിയും, ഇറിഗേഷൻ പദ്ധതിയുടെ തുടക്കക്കാരൻ യൂസുഫ് നബി അലൈഹി സ്വലാം ആണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നൈൽ നദിയിലെ വെള്ളം ഈജിപ്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കനാലുകൾ കീറി എത്തിച്ചുകൊണ്ട് 7 വർഷക്കാലം സമൃദ്ധമായി ഈജിപ്തിൽ കൃഷി നടത്തി. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ കൃഷി കൊയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാം തിന്നു തീർക്കരുത്, കതിർക്കുലകളിൽ സൂക്ഷിച്ചു വയ്ക്കണം. കാരണം ഇനി ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ വരാനുണ്ട്. അതിനുവേണ്ടിയുള്ള മുൻകരുതൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ബഹുമാന്യരായ മുഫസ്സിരീങ്ങൾ കതിർക്കുലകളിൽ സൂക്ഷിക്കണമെന്ന് യൂസുഫ് നബി പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞത് എങ്ങനെയാണ്? സത്യത്തിൽ കതിർക്കുലകളിൽ സൂക്ഷിക്കേണ്ടതില്ല. കതിർക്കുലകളിൽ സൂക്ഷിക്കാൻ പറഞ്ഞത് മൃഗങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. മൃഗങ്ങൾക്ക് തിന്നാൻ ഈ കതിർക്കുലകൾ ആവശ്യമാണ്. അപ്പൊ കൃത്യമായൊരു മുൻകരുതലും ഒരു ജാഗ്രതയും വരാനിരിക്കുന്ന ഈ ക്ഷാമവർഷങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എടുക്കേണ്ടത് തന്നെയാണ്, എടുക്കുക തന്നെ വേണം. അവിടെയാണ് ഇന്ന് ഇൻഷുറൻസ് ചർച്ചയാകുന്നത്. നമ്മുടെ നാട് ഒരു പ്രളയാനന്തര ജീവിതത്തിലാണുള്ളത്.
ഈ നാട്ടിൽ ധാരാളം വ്യാപാരികൾക്ക് അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇൻഷുറൻസ് ഉണ്ട്, ചിലർക്ക് ഇൻഷുറൻസ് ഇല്ല. ചിലർക്ക് നഷ്ടം സംഭവിച്ചതിനേക്കാൾ വലിയ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്, ചിലർക്കൊന്നും കിട്ടാത്തവരുണ്ട്. അവിടെയാണ് ഒരു ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു ചർച്ച നാട്ടിൽ വ്യാപകമായി നടക്കാൻ തുടങ്ങിയത്. അതിനൊരു വിശദീകരണം ആവശ്യമാണ് അടിയന്തരമായി എന്നതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ മുതിരുന്നു. എന്താണ് ഇൻഷുറൻസ്? അതിന്റെ അകത്ത് ഇസ്ലാമിന്റെ ഒരു നിലപാട് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് 3 അഭിപ്രായങ്ങളാണ് കേൾക്കാറുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ആധുനിക വിഷയമായതുകൊണ്ട് തന്നെ ഖുർആനിലോ ഹദീസിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ നേർക്കുനേർ ഒന്നും കാണാൻ കഴിയില്ല. 3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഏതുതരം ഇൻഷുറൻസുകളും അനുവദനീയമാണ് എന്നുള്ളതാണ്. അത് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ശാഖകളായ എത്രയോ ശാഖകൾ ഇതിലുണ്ട്, ഏത് ശാഖകളും എല്ലാം അനുവദനീയമാണ്. കാരണം ഇസ്ലാം സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ്. അതുകൊണ്ടൊരു മനുഷ്യൻ അവന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവന്റെ ശരീരം അപകടപ്പെടുന്നതിൽ നിന്നുമുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഏത് തരം ഇൻഷുറൻസും അനുവദനീയമാണെന്നുള്ളൊരു നിഗമനമാണ് ഒന്നാമത്തേത്. ഇത് മോഡേണിസ്റ്റുകളായ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഇത് നമുക്ക് സ്വീകാര്യമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളയമില്ലാതെ ചാടുന്ന ആളുകളാണ് മോഡേണിസ്റ്റുകൾ. അവർക്ക് ഖുർആനും ഹദീസും തോന്നിയ പോലെ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ചവരാണ് എല്ലാവിധ ഇൻഷുറൻസുകളെയും അനുവദിച്ചിട്ടുള്ളത്. അതൊരിക്കലും നമുക്ക് സ്വീകാര്യമല്ല. രണ്ടാമത്തെ അഭിപ്രായം, ചില ഇൻഷുറൻസുകൾ നമുക്ക് സ്വീകരിക്കാം, ചിലത് പാടില്ല എന്നുള്ളതാണ്. ഈ അഭിപ്രായം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ആ അഭിപ്രായം സ്വീകാര്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസ്ലാം ഇൻഷുറൻസിനെ താത്വികമായി അംഗീകരിക്കുന്നുണ്ട്, പ്രായോഗികമായി ഇസ്ലാമിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്ന തത്വത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. ഇന്ന് പ്രയോഗത്തിലുള്ള ഇൻഷുറൻസുകളെ ഇസ്ലാം എതിർക്കുകയാണ്. മൂന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാത്തരം ഇൻഷുറൻസുകളും നിഷിദ്ധമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു തരം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇതാണ് സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാരുടെ, ലോകപ്രശസ്തരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്. ഒരു തരം ഇൻഷുറൻസുമായിട്ടും ഒരു വിശ്വാസി ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. ഈ അഭിപ്രായമാണ് ഹിജ്റ 1397 റബീഉൽ ആഖിർ മാസത്തിൽ റിയാദിൽ വച്ച് ചേർന്ന സൗദി ഉന്നത പണ്ഡിതന്മാരുടെ ഒരു സഭ, അവരുടെ 10ാം സമ്മേളനം 1397 റിയാദിൽ വെച്ച് റബീഉൽ ആഖിർ മാസത്തിൽ ചേർന്ന് അവരെടുത്ത തീരുമാനം ഇതാണ്. അവർ ഇൻഷുറൻസിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. ആ 10ാം സമ്മേളനം അവരതിനെക്കുറിച്ച് പഠിച്ചു, ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അവസാനം അവർ തീരുമാനിച്ചത് ഇന്ന് നിലവിലുള്ള എല്ലാതരം ഇൻഷുറൻസുകളും വിശ്വാസികൾക്ക് ബന്ധപ്പെടാൻ പാടില്ലാത്തതാണ് എന്നാണ് തീരുമാനിച്ചത്. എന്നാൽ അതിന് പകരമായി തക്കാഫുൽ എന്ന് പറയുന്ന സഹകരണ ഇൻഷുറൻസ് അത് പാടുണ്ട്. അത് ഇസ്ലാമികമാണ്, അതിനുവേണ്ടി സർക്കാർ മുന്നോട്ട് വരണം എന്ന് പറയുകയും അതിന് ചില മാർഗനിർദ്ദേശങ്ങൾ സൗദി ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് സൗദി ഗവൺമെന്റ് നിലവിലുള്ള ആധുനിക ഇൻഷുറൻസുമായി മുന്നോട്ട് പോകാൻ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ അന്ന് സൗദിയുടെ പണ്ഡിത സഭയുടെ നേതാവായിരുന്ന ഇബ്നു ബാസ് എതിർത്തു. ഇബ്നു ബാസ് 1999 മരണപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിനോട് ഇൻഷുറൻസ് പാടില്ല എന്ന് പറയുകയും ഇബ്നു ബാസിന് സൗദി അറേബ്യയിലുണ്ടായിരുന്ന സ്വാധീനത്തിന്റെ പേരിൽ അത് അന്ന് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് സൗദി നയങ്ങൾ വിട്ടു. അപ്പോ 1397 റിയാദ് പണ്ഡിത സഭയുടെ തീരുമാനം എല്ലാതരം ഇൻഷുറൻസും ഹറാമാണ് എന്നുള്ളതാണ്. അതിനുശേഷം അടുത്ത വർഷം ഹിജ്റ 1398 റാബിത്തത്തുൽ ആലമിൻ ഇസ്ലാമി അവരുടെ കേന്ദ്ര ഓഫീസായ മക്കയിൽ വെച്ച് ഒരു ഫിഖ് സമ്മേളനം, ഫിഖ് സെമിനാർ നടത്തി. ആ ഫിഖ് സമ്മേളനത്തിലും അവരെടുത്ത തീരുമാനം, അവർ കഴിഞ്ഞ വർഷം നടന്ന സൗദിയിലെ ഉന്നത പണ്ഡിതന്മാരുടെ ഈ തീരുമാനങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ഗ്രന്ഥങ്ങൾ വരുത്തി പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം
മക്ക റാബിത്തയുടെ തീരുമാനം ഇന്ന് കാണുന്ന എല്ലാവിധ ഇൻഷുറൻസുകളും, അത് ജനറൽ ഇൻഷുറൻസ് ആകട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആകട്ടെ, എല്ലാതരം ഇൻഷുറൻസുകളും ഹറാമാണെന്ന തീരുമാനത്തെ അംഗീകരിച്ചു. കഴിഞ്ഞ വർഷത്തെ തീരുമാനത്തെ ശരിവെച്ചു. പിന്നീട് 1976 ഫെബ്രുവരി 21 മുതൽ 23 വരെ മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്ര സമ്മേളനം, ആ സമ്മേളനത്തിലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. ഇൻഷുറൻസ് പറ്റൂലോ? ആ സമ്മേളനവും ഐക്യകണ്ഠേന തീരുമാനിച്ചു, ഇന്ന് കാണുന്ന എല്ലാതരം ഇൻഷുറൻസുകളും വിശ്വാസിക്ക് ബന്ധപ്പെടാൻ പറ്റാത്തതാണെന്ന് തീരുമാനിച്ചു. മദീന യൂണിവേഴ്സിറ്റിയിലെ ഫത്വ വിഭാഗം അവരും ഫത്വ കൊടുത്തു, ഇന്നുള്ള എല്ലാ ഇൻഷുറൻസുകളും തെറ്റാണ്, ബന്ധപ്പെടാൻ പാടില്ല എന്ന്. 1969 ഡിസംബർ 15, 16 തീയതികളിൽ ലക്നൌവിൽ വെച്ച്, നെതുവയിൽ വെച്ചൊരു സമ്മേളനം നടന്നു. അവിടെയും ഈ വിഷയം, ഈ സെമിനാറിന് വേണ്ടി വിഷയം തെരഞ്ഞെടുത്തു. അവരും തീരുമാനിച്ചു, ഇന്നുള്ള എല്ലാതരം ഇൻഷുറൻസുകളും വിശ്വാസിക്ക് ബന്ധപ്പെടാൻ കഴിയാത്തതാണെന്ന് തീരുമാനിക്കുകയും ചില വിഷയങ്ങളെല്ലാം ഒരു വിട്ടുവീഴ്ച ചെയ്തത് പിന്നീട് പറയാം. 1990 ദേവബന്ദിൽ വെച്ചുകൊണ്ടൊരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു. ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ ഉലമാക്കളും ദാറുൽ ഉലൂമിലെ ഉലമാക്കളും പങ്കെടുത്ത ചർച്ചയിലും എടുത്ത തീരുമാനം, ഇൻഷുറൻസ് എല്ലാ അർത്ഥത്തിലും വിശ്വാസിക്ക് ബന്ധപ്പെടാൻ കഴിയില്ല എന്നാണ്. പിന്നീട് 1992 ആസംഗഡിൽ വെച്ചുകൊണ്ട് ഒരു ഫിഖ് സെമിനാർ നടന്നു. ആ ഫിഖ് സെമിനാറും എടുത്ത തീരുമാനം, എല്ലാതരം ഇൻഷുറൻസുകളും വിശ്വാസി മാറി നിൽക്കണമെന്നുള്ളതാണ്. ഇതാണ് പണ്ഡിത ലോകത്തെ, സൗദി പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള പണ്ഡിത ലോകത്തെ സൂക്ഷ്മമായ അഭിപ്രായം. ഇന്ന് കാണുന്ന എല്ലാതരം ഇൻഷുറൻസുകളും തെറ്റാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യൻ എല്ലാ ഇൻഷുറൻസുകളിൽ നിന്നും മാറി നിൽക്കണം, പരമാവധി മാറി നിൽക്കണം. നിർബന്ധിത സാഹചര്യത്തിലൊഴികെ, നിർബന്ധിത സാഹചര്യത്തിൽ ബന്ധപ്പെടാം. എന്നൊരു തത്വമുണ്ട്. അനിവാര്യ ഘട്ടം ഏത് നിഷിദ്ധത്തെയും അനുവദനീയമാക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, ഒരു മനുഷ്യന് മരണത്തെ ഭയപ്പെടുന്ന ഘട്ടത്തിൽ അവന് പന്നിമാംസം ഭക്ഷിക്കാം. ഒരാൾക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ജീവൻ അപകടപ്പെടുമെന്ന ഘട്ടത്തിൽ തന്റെ മുന്നിലുള്ളത് പന്നിമാംസം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശവം മാത്രമേ ഉള്ളൂ, അതവന് കഴിച്ച് ജീവൻ നിലനിർത്താം. പക്ഷേ ആദിൻ, അതിൽ ലംഘിക്കാൻ പാടില്ല. അവന് ജീവൻ നിലനിർത്താൻ എത്ര വേണോ അത്രയും കഴിക്കാം, അതും ആസ്വദിച്ച് കഴിക്കാൻ പാടില്ല. എന്നാൽ അള്ളാഹ് ഹലാലാക്കിയതല്ല, എന്നാൽ ആസ്വദിച്ചേക്കാൻ തീരുമാനിക്കരുത്. ഇവന് എണീറ്റ് നിൽക്കാൻ, ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അത്രയും അതിൽ നിന്ന് കഴിക്കാം. ഇൻഷുറൻസിന്റെ വിഷയത്തിലും നമ്മുടെ നിലപാടിതാണ്. എത്രയാണോ നിർബന്ധിത സാഹചര്യം അത്രയും ചെയ്യാം. ഇപ്പൊ വാഹന ഇൻഷുറൻസ് രാജ്യത്ത് നിർബന്ധമാണ്. വാഹനം ഇൻഷുർ ചെയ്യാതെ റോഡിൽ ഇറക്കാൻ കഴിയില്ല, അത് ആരാണെങ്കിലും ശരിയാണ്. അപ്പൊ ഒരു നിർബന്ധിത സാഹചര്യമാണ്, നമുക്ക് വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കാം. അത് അനുവദനീയമായതുകൊണ്ടല്ല, ഒരു അനിവാര്യ സാഹചര്യമായതുകൊണ്ട് അത് എടുക്കാം. അവിടെ തന്നെ ഗവൺമെന്റിന്റെ വിലക്ക് നീങ്ങാൻ എത്രയാണോ ആവശ്യം അത്രേ പാടുള്ളൂ. ഇപ്പൊ തേർഡ് പാർട്ടി ഇൻഷുറൻസും ഫുൾ കവർ ഇൻഷുറൻസും ഉണ്ടല്ലോ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി എടുത്താൽ മതി. നമ്മുടെ വാഹനം മറ്റൊരാളെ ഇടിച്ച് അപകടത്തിൽപ്പെട്ടാൽ അയാൾക്ക് നഷ്ടം കിട്ടണം, അത്രേ ഗവൺമെന്റിന് ആവശ്യമുള്ളൂ. ഫസ്റ്റ് ഇൻഷുറൻസ് നമ്മുടെ ആവശ്യമാണ്, അത് വേണ്ടെന്ന് തേർഡ് പാർട്ടി എടുക്കുക. ഈ ഫസ്റ്റ് എടുത്തുപോയ ആളുകള് വാഹനം അപകടത്തിൽപ്പെട്ടു, ആ വാഹനത്തിന്റെ നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വേണ്ടാന്ന് തീരുമാനിക്കുക. നമ്മൾ അടച്ചത് എത്രയോ അത്രയും വാങ്ങി, ബാക്കി നമ്മൾ എടുത്ത് അതിന്റെ നഷ്ടം നികത്തി. ഇതാണ് ആദിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് നിർബന്ധിത സാഹചര്യത്തിൽ നിർബന്ധിതമായ അത്രയും ഉപയോഗപ്പെടുത്തുക, അങ്ങോട്ട് കടക്കാതിരിക്കുക. ഇതൊരു നിർബന്ധിത സാഹചര്യം. അതുപോലെ ഒരു രാജ്യം ഇൻഷുറൻസിനെ നിർബന്ധിക്കുകയാണ്. ആ രാജ്യത്തേക്ക് ഒരാൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. എന്നാൽ ഇൻഷുറൻസ് എടുക്കാം, കാരണം ആ രാജ്യത്ത് കടക്കാനോ ആ രാജ്യത്ത് ജീവിക്കാനോ ഇൻഷുറൻസ് നിർബന്ധമാണ്. ആ ഘട്ടത്തിൽ ഇൻഷുറൻസ് എടുക്കാം. ചില തൊഴിൽ മേഖലകൾ, അവിടെയുള്ള തൊഴിലാളികൾ ഇൻഷുറൻസ് എടുത്താലേ അവർക്ക് പറ്റൂ. ഓണർ നിർബന്ധിക്കുകയാണ്, മാനേജ്മെന്റിന്റെ നിർബന്ധമാണ്, ഇൻഷുറൻസ് നിർബന്ധമാണ്. ആ ഘട്ടത്തിൽ അവൻ നിർബന്ധിതനാണ്. പക്ഷെ നിർബന്ധം തീരുമാനിക്കേണ്ടത് അവനവനാണ്.
എത്രയാണ് ഇതിന്റെ അനിവാര്യത അത് അവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനൊരു നിയമം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് നിർബന്ധമാണോ അല്ലയോ അവനും തീരുമാനിക്കാം. അവനും പഠിച്ചുകൊള്ളുന്നതാണ്. അനിവാര്യമായ ഒരു ഘട്ടത്തിൽ മാത്രമേ ഒരു വിശ്വാസി ഇതുമായിട്ട് ബന്ധപ്പെടാൻ പാടുള്ളൂ. അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ നിർബന്ധമായിട്ട് വരുന്നുണ്ടോ അവിടെ. ഇപ്പോ ലഖ്നൌ ഫത്വയിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. 1969 ഡിസംബർ 15-16 നടന്ന നെദ്വയിലെ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അതുപോലെ ആക്രമണ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ, അതുപോലെ നഷ്ടപരിഹാരത്തിൽ വിവേചനം കാണിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഇൻഷുറൻസ് പറ്റുമെന്ന്, വ്യാപാര ഇൻഷുറൻസ് പറ്റുമെന്ന് ലഖ്നൌ ഫത്വയിൽ പറയുന്നു. അത്തരം സാഹചര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ കേരളത്തിലില്ല. യുപിയിലൊക്കെ നമുക്കത് വേണമെങ്കിൽ മനസ്സിലാക്കാം. എപ്പോഴും ബുൾഡോസർ വരാവുന്ന വീടുകളും പള്ളികളുമാണ് യുപിയിലുള്ളത്. ഭരണകൂട ഭീകരതയുണ്ട്. തന്നെയല്ല നഷ്ടപരിഹാരത്തിൽ വിവേചനം ഉണ്ടാകും. ഒരു മുസ്ലിമിന്റെ കട നശിച്ചാൽ അവന് കിട്ടുന്ന നഷ്ടപരിഹാരമായിരിക്കില്ല മറ്റൊരാളുടെ കട നശിച്ചാൽ കിട്ടുക. അവന് നന്നായിട്ട് കിട്ടും, മുസ്ലിമിന് ചിലപ്പോൾ കിട്ടൂല, കിട്ടിയാൽ തന്നെ അല്പം കിട്ടൂ. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വലിയ കലാപം നടക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ്. മുസ്ലിമുകളുടെ കടകൾ ഒന്നടങ്കം നശിപ്പിക്കപ്പെടും. അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അവിടെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇൻഷുറൻസ് എടുക്കാമെന്നൊക്കെ ലഖ്നൌ ഫത്വയിൽ പറയുന്നുണ്ട്. സൗദി, ഞാൻ നേരത്തെ പറഞ്ഞ ഫത്വകളിലൊന്നും ആ വിഷയം പറയുന്നില്ല. ഞാനതിന്റെ എല്ലാ വശങ്ങളൊന്നും പറഞ്ഞു പോകുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇൻഷുറൻസിനെ ഇസ്ലാം എതിർക്കുന്നു? ഒരു ചോദ്യമുണ്ട്. എന്താണ് ഇതിന്റെ കുഴപ്പം? അതൊരു സഹായ പദ്ധതിയല്ലേ? അല്ല, ഒരിക്കലും ഒരു സഹായ പദ്ധതിയല്ല. അതൊരു വ്യാപാര കരാറാണ്. ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസുമായി ബന്ധപ്പെടുന്ന ആളുകളുമായി നടത്തുന്ന ഒരു വ്യാപാര കരാറാണ്. അതൊരിക്കലും ഒരു സഹായ പദ്ധതിയല്ല. അതിനകത്ത് 3 പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കുന്നത്. ഒന്ന്, പലിശ വരുന്നു. പ്രധാനപ്പെട്ട വിഷയം അതിനകത്ത് പലിശ വരുന്നു. ഇൻഷുറൻസിൽ പലിശ എന്ന് പറയുമ്പോൾ എന്താണ് പലിശ എന്ന് മനസ്സിലാക്കണം. പലിശ വരുന്ന 2 വസ്തുക്കളുണ്ട്. ഒന്ന് ഭക്ഷണ സാധനങ്ങളും മറ്റൊന്ന് നാണയങ്ങളും. ഇതാണ് കർമ്മശാസ്ത്രം പലിശ വരുന്ന 2 വസ്തുക്കളായി പരിചയപ്പെടുത്തിയത്. ഈ വസ്തുക്കൾ കൈമാറുന്ന സമയത്ത് 3 നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പലിശ വരും. ഉദാഹരണത്തിന് സ്വർണത്തിന് പകരം സ്വർണം കൈമാറ്റം ചെയ്താൽ, വെള്ളിക്ക് പകരം വെള്ളി കൈമാറ്റം ചെയ്താൽ, രൂപയ്ക്ക് പകരം രൂപ കൈമാറ്റം ചെയ്താൽ, അരിക്ക് പകരം അരി കൈമാറ്റം ചെയ്താൽ 3 നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പലിശ വരും. ഇൻഷുറൻസ് എന്ന് പറയുന്നത് രൂപയ്ക്ക് പകരം രൂപ കൈമാറ്റം ചെയ്യുന്ന പരിപാടിയാണ് ഇൻഷുറൻസ്. പ്രീമിയം അടയ്ക്കുന്നു, നഷ്ടപരിഹാരം കിട്ടും. അതുകൊണ്ട് ഇതിനകത്ത് 3 ഷർത്ത് പാലിക്കണം. ഒന്ന് കുലൂല്, അതുപോലെ തന്നെ മുമാസലത്ത്, തഖാബൂദ്. ഇതാണ് 3 ഷർത്ത്. കുലൂല് എന്ന് പറഞ്ഞാൽ രൊക്കമായിരിക്കണം, അതിൽ കടം പറ്റൂല. സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുന്നിടത്ത് കടം പറ്റൂല, രൊക്ക ഇടപാടേ പറ്റൂല. പൈസ കൊടുത്ത് പൈസ വാങ്ങുന്ന ഏർപ്പാടിൽ കടം പറ്റൂല, രൊക്കായിരിക്കണം. കടമായാൽ പലിശ. തുല്യമായിരിക്കും. 1000 രൂപ കൊടുത്ത് 1000 രൂപ വാങ്ങിച്ചാൽ 1000 വാങ്ങാൻ പറ്റൂ. പൈസ കൊണ്ടുള്ള ഇടപാടിൽ തുല്യത പാലിക്കണം. 3ാമത്തെ ഷർത്ത് സഖാബുദാണ്. ഈ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ആ സവ വിട്ടുവരിയുമ്പോൾ ഇത് കൈപ്പറ്റിയിരിക്കണം. അപ്പൊ തന്നെ കൈപ്പറ്റിയിരിക്കണം. ഈ 3-4 ഷർത്ത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പലിശ വരും. പലിശ 4 തരം. റിബൻ നസീ, റിബൽ യദ്, കടപ്പലിശ, അവധി പലിശ. 4 തരം പലിശ. റിബൽ ഖർള്, കടപ്പലിശ, റിബൽ നസീ, അവധി പലിശ, റിബൽ യദ്, കൈവശം പലിശ. പിന്നെ ഒരു വർധന, റിബൽ ഫള്, വർധന പലിശ. അങ്ങനെ 4 തരം പലിശയുണ്ട്. നമുക്ക് പരിചയമുള്ളത് ഒരു പലിശയുള്ളൂ, കടപ്പലിശ. 1000 കൊടുക്കുന്ന 1200 മേടിക്കുന്നു. 4 തരം പലിശ. ഈ 3 നിബന്ധനകളിൽ ഏതെങ്കിലും ഒരു നിബന്ധന ലംഘിച്ചു കഴിഞ്ഞാൽ ഈ 3-4 പലിശ വരും. ഈ 3 പലിശയും ഇൻഷുറൻസിൽ വരുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾ ബാങ്കിൽ പോയി പലിശ വാങ്ങുമ്പോൾ ഒരു തെറ്റാണെങ്കിൽ ഇൻഷുറൻസിൽ 3 തെറ്റാണ്. ബാങ്ക് പലിശയേക്കാൾ 3 ഇരട്ടി ഗൗരവമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാരണം ഒന്ന്, വർധനവുണ്ട്. 1 ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം, ഒരു പോളിസി ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ 1000 രൂപ വീതം 10 മാസം അടച്ചു, 10000 രൂപ അടച്ചു. അപ്പോഴത്തേക്കും അയാളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ കടയിൽ വെള്ളം കയറി. അയാൾക്ക് കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ്. ഇയാൾ അടച്ചിരിക്കുന്നത് 10000 രൂപയാണ്. ബാക്കി 90000 രൂപ പലിശയാണ് ഇയാൾക്ക് അവകാശപ്പെടുന്നത്.
അതാണ് പലിശ. വർധന വരാൻ പാടില്ല. അടച്ചതാണ് കൂടുതൽ. ഈ ഇൻഷുറൻസ് കമ്പനി തരുന്ന നമ്മളെ സഹായിക്കാനൊന്നുമല്ല. ഒരു നേരത്തെ ഒരു കരാറുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി തരുന്നത്. നിങ്ങളുടെ നഷ്ടം ഞാൻ പരിഹരിച്ചു കൊള്ളാം, പ്രീമിയം അടച്ചാൽ. ഇതാണ് പ്രശ്നം. അപ്പൊ അതിനകത്ത് വർധന പലിശ വരും, റിബൽ ഫള് വരും. രണ്ടാമത്തെ പ്രശ്നം റിബൽ നസീ, അവധി പലിശ വരും. കാരണം ഇൻഷുറൻസ് കമ്പനിയുമായുള്ള നമ്മുടെ എഗ്രിമെന്റ് അവധിക്കാണ്. നിങ്ങൾക്ക് അപകടം സംഭവിക്കുമ്പോൾ നഷ്ടം നികത്താന്ന കമ്പനി പറയുന്നത്. ഇപ്പോഴല്ല. എപ്പോൾ അപകടം സംഭവിക്കുമോ, എപ്പോൾ നിങ്ങളുടെ കടയിൽ വെള്ളം കയറുമോ അപ്പോൾ നഷ്ടം തരാമെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവധിയുണ്ട്, അവധി പലിശ വരും. മൂന്നാമത്തെ പ്രശ്നം, അവധിയാണെങ്കിൽ അതിനകത്ത് കൈമാറ്റം രൊക്കമായിട്ട് നടക്കൂല. രൊക്കമാണെങ്കിലല്ലേ, അവധി ഇല്ലെങ്കിലാണ് സദസ്സിൽ വെച്ച് കൈമാറ്റം നടക്കുള്ളൂ. പ്രീമിയവും നഷ്ടപരിഹാരവും അപ്പം തന്നെ കിട്ടണം. ഇത് നടക്കൂല. അതുകൊണ്ട് ഈ 3 തരം പലിശയും ഇൻഷുറൻസിൽ വരുന്നു എന്നുള്ളതാണ് പലിശ. ഈ ഇൻഷുറൻസിന്റെ ഏറ്റവും അതിപ്രധാനമായ അപകടം എന്ന് പറയുന്നത്. പലിശയിൽ നിന്നും വിശ്വാസി മാറി നിൽക്കണ്ടേ. 1 ദിർഹം പലിശ 36 വ്യഭിചാരത്തെക്കാൾ വലുതാണെന്ന് പഠിപ്പിച്ച മുത്തുറസൂലിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ഇത്തരം ഇടപാടുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും? ഒന്നാമത്തെ പ്രശ്നം പലിശയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം ഇതിനകത്ത് വഞ്ചന വരും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹസാസി വനിൽ ഗററി വൽ ഗററി. കല്ലെറിഞ്ഞുള്ള കച്ചവടവും വഞ്ചന നടക്കുന്ന കച്ചവടവും റസൂലുള്ളാഹി ചോദിച്ചു. അഥവാ ഭാവിയെ കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു കച്ചവടവും ഇസ്ലാമിൽ പാടില്ല. നാളെ എന്ത് എന്ന് നാളത്തെ കുറിച്ച് പറയാൻ കഴിയാത്ത ഒരു കച്ചവടവും പാടില്ല. ഒരു കച്ചവടവും പാടില്ല. അതിൽപ്പെട്ടതാണ് ഇൻഷുറൻസ്. കാരണം ഇൻഷുറൻസ് എടുത്ത ഈ ആളെ സംബന്ധിച്ചിടത്തോളം, ഇൻഷേർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പുമില്ല. തന്റെ വാഹനം അപകടത്തിൽ പെടുമോ, ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറുമോ അറിയില്ല. ഇനി അപകടത്തിൽ പെട്ടാൽ എന്ന് പെടും അതറിയില്ല. ഇനി അപകടത്തിൽ പെട്ടു എന്നിരിക്കട്ടെ, അതിന് എത്ര ശതമാനം കേട് സംഭവിക്കും അതറിയില്ല. എത്ര രൂപ എനിക്ക് കിട്ടും അതും അറിയില്ല. അപ്പൊ ഭാവിയെ കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇൻഷുറൻസിൽ. അതൊരു ഹൊററാണ്, ചതിയാണ്. രണ്ടുപേരും അറിയണം ഇതെപ്പോൾ എങ്ങനെ എന്ത് എന്ന് രണ്ടുപേർക്കും അറിയാത്ത അജ്ഞാത കച്ചവടങ്ങൾ എല്ലാം റസൂൽ സ്വല്ലല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇത് ഹൊറർ വരുന്നു. രണ്ടാമത്തെ വിഷയം, അത്തരത്തിലുള്ള എല്ലാ കച്ചവടവും നിഷിദ്ധമാണ്. അതുകൊണ്ടാണല്ലോ ഒരാളൊരു വീട്ടിലൊരു ഗർഭിണിയായ പശുവിനെ കണ്ടു. അപ്പൊ പശുവിന്റെ കുഞ്ഞിനെ വാങ്ങാൻ പാടില്ല. പ്രസവിക്കുന്നതിന് മുമ്പ് പശുക്കുട്ടിയെ വാങ്ങാൻ പാടില്ല. കാരണം എന്താ? ആ പശു പ്രസവിച്ചാൽ ഈ കുഞ്ഞിന് ജീവനുണ്ടോന്ന് അറിയില്ല. അത് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ഒന്നാണോ രണ്ടാണോ എന്നറിയില്ല. അത് അറിയാതൊരു കച്ചവടം നടത്താൻ പാടില്ല. ചതിക്കപ്പെടാൻ പാടില്ല. ഒരു കസ്റ്റമറും ഒരു വിൽപ്പനക്കാരനും ചതിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ചതി വരുന്ന എല്ലാ കച്ചവടവും നിരോധിച്ചിരിക്കണം. അതിൽപ്പെട്ടതാണ് ഇൻഷുറൻസ്. ചതി വരും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അതിനകത്ത് ഖിമാറുണ്ട്, ചൂതാട്ടം. എന്താ ചൂതാട്ടം? ലോട്ടറി ചൂതാട്ടമാണ്. ഒരു പാർട്ടിക്ക് കുറെ ആളുകളുടെ നഷ്ടമാണ് ഒരാളുടെ ലാഭമായി മാറുന്നത്. ലോട്ടറി അങ്ങനെയല്ലേ? 10,000 ആളുടെ കാശ് മേടിച്ചിട്ടാണ് ഒരാൾക്ക് പ്രൈസ് കൊടുക്കുന്നത്. ഈ ഒരാൾ കഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടം സഹിക്കുകയാണ് ഒരാൾക്ക് വേണ്ടി. ഇൻഷുറൻസിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇൻഷുറൻസ് മേടിക്കുന്നയാള് ആയിരക്കണക്കായ ആളുകളുടെ കാശാണ് ഇയാൾ വാങ്ങുന്നത്. അവർക്ക് നഷ്ടമാണ്, ഇയാൾക്ക് ലാഭമാണ്. അത് പാടില്ല. അത് ഖിമാറാണ്, ചൂതാട്ടമാണ്. ഇസ്ലാം ചൂതാട്ടത്തെ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തതയില്ലാത്ത ഇടപാടുകളാണ്. ഈ 3 പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. ഒന്ന്, പലിശ വരുന്നുണ്ട്. 2, അത് ഹൊറർ ചതി വരുന്ന കച്ചവടമാണ്. മൂന്നാമത്തെ വിഷയം അതിനകത്ത് ചൂതാട്ടം, ഖിമാർ വരുന്നുണ്ട്. ഈ 3 അപകടങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് ഇൻഷുറൻസുമായിട്ട് വിശ്വാസിയായ മനുഷ്യൻ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള നിർബന്ധിത സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. അതിനെന്താ കുഴപ്പം? ഹെൽത്ത് ഇൻഷുറൻസ് ആധുനിക പണ്ഡിതന്മാർ ചർച്ചാ വിധേയമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്ന ചില രാജ്യങ്ങളിൽ, അത് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളും പള്ളികളൊക്കെ ആക്രമിക്കപ്പെടുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പള്ളി പോലും ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും ആക്രമിക്കപ്പെടാം. ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും വ്യക്തികളെ കൊണ്ടത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്.
ഹെൽത്ത് ഇൻഷുറൻസുകളെ ആശ്രയിക്കാമെന്ന ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. അത് സൂക്ഷ്മതയ്ക്കെതിരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസുകളുടെ എല്ലാതരം ഇൻഷുറൻസുകളും നിഷിദ്ധമാണ് എന്നുള്ളതാണ്. ഇതിന് പറയുന്ന ന്യായീകരണം ചികിത്സയിൽ ചില ഇളവുകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹറാമായ മദ്യം കൊണ്ടൊക്കെ ചികിത്സിക്കാൻ, നജിസ് കൊണ്ടുള്ള ചികിത്സ ചില ഘട്ടങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടു. വിദഗ്ധരായ 2 ഡോക്ടർമാർ ഇതിന് മരുന്നുള്ളൂ നിർദ്ദേശിച്ചാൽ അതുകൊണ്ട് ചികിത്സ നടത്താമെന്ന് ഹനഫി മദ്ഹബിലുണ്ട്. ഷാഫി മദ്ഹബിൽ അത് അംഗീകരിക്കുന്നില്ല. ഷാഫി മദ്ഹബിൽ നജിസിൽ ശിഫ ഇല്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിന്റെ നിലപാട്. അതുകൊണ്ട് സന്ദർഭമായി ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന ആളുകൾ ഇതിന്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതിന്റെ പേരിലാണ് നമ്മളെപ്പോഴും ഇസ്ലാമിന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിത്തീരുക. നാളെ എന്ത് സംഭവിക്കും അത് പടച്ചവന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു നന്മ വരുത്താനും പടച്ചവന് കഴിയും. അപ്പോൾ നമുക്ക് ഒരു അപകടം വരും, അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴേ കാലക്കൂട്ടി അങ്ങനെ ഒരു നിശ്ചിതമായ മാർഗത്തിലേക്ക് നീങ്ങേണ്ട കാര്യമില്ല. മുൻകരുതലുകളാകാം, പക്ഷെ ആ മുൻകരുതലുകൾ അള്ളാഹു അനുവദിച്ച, റസൂൽ അനുവദിച്ച പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.